നമസ്കാരം. മലയാളികൾ ഏറെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന വിഷു അടുത്ത മാസത്തിലാണ്, ഏപ്രിൽ മാസത്തിലാണ്. 27 നക്ഷത്രങ്ങളുടെയും അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും വിഷുഫലം പറയുകയാണ്. ആദ്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് അശ്വതി നക്ഷത്രക്കാരെ പറ്റിയാണ്. ഏറെ പ്രിയപ്പെട്ട എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും വിഷു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഫലത്തിലേക്ക് കടക്കുകയാണ്. ഈ വീഡിയോയിൽ പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷു വർഷം സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങൾ: തൊഴിൽ, സാമ്പത്തികം, കുടുംബം, അവരുടെ പ്രണയകാലം, പ്രണയജീവിതം, ആരോഗ്യം, അതിനുവേണ്ട മുൻകരുതലുകൾ, ഗൃഹനിർമ്മാണം, വസ്തുവാങ്ങൽ, വിവാഹവും അതിനാവശ്യമായ മുഹൂർത്തങ്ങൾ, വാഹനം വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സാധാരണ വിഷുഫലങ്ങൾ പറയുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഫല പ്രവചനമാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. പാരമ്പര്യ ജ്യോതിഷവും നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി, AI ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവചനമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുവാൻ കൂടി ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് 7 ശനി നടക്കുന്ന സമയമാണ് എന്ന് കരുതി നിങ്ങൾക്ക് ഒരു കാരണവശാലും മോശപ്പെട്ട ഒരു കാലഘട്ടമല്ല ഈ വിഷു വർഷത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വളരെ അനുകൂലമായ ഒരുപാട് സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, തീർച്ചയായും സംഭവിക്കും. കുറച്ച് കാലങ്ങളായുള്ള നിങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നും വളരെ വലിയ ആശ്വാസവും മുന്നേറ്റവും ലഭിക്കുന്ന വർഷമായിരിക്കും, വിഷു വർഷമായിരിക്കും ഈ 2026 വിഷു വർഷം. പ്രധാനമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന മാനസിക വിഷമങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും ഈ വർഷം നിങ്ങൾക്ക് മോചനം ലഭിക്കും. തുടക്കത്തിൽ കാര്യമായ വ്യതിയാനങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ പോലും വർഷത്തിൻ്റെ പകുതിയോടുകൂടി നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും പരിഹരിക്കപ്പെടും. വ്യാഴത്തിൻ്റെ മാറ്റം, ജൂൺ മാസത്തിൽ വ്യാഴം മാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഈ വിഷു വർഷം ഈ സാമ്പത്തിക മാനസിക ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ തീർച്ചയായും കഴിയും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും. സധൈര്യം അതുമായി മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് അതിൽ നിന്ന് സാമ്പത്തിക ലാഭം ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമാണല്ലോ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ അടിസ്ഥാന ഘടകം. സാമ്പത്തികം നന്നായാൽ മനസ്സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുജീവൻ തന്നെ അനുഭവപ്പെടുക തന്നെ ചെയ്യും. ഇനി തൊഴിലിനെ പറ്റി നോക്കാം. നിങ്ങൾക്ക് ജോലിയിൽ ഒരു മാറ്റം തീർച്ചയായും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിഷു വർഷമാണിത്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഈ വിഷു വർഷം. നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ജോലി വളരെ വലിയ ഒരു ജോലിയിലേക്ക്, അതായത് കൂടുതൽ വരുമാനവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ലഭിക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. സാധിക്കുന്ന ഒരു വർഷം എന്നുള്ളതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയത്നത്തിലുള്ള വേതന വർധനവ്, അത് സ്വന്തം തൊഴിൽ ചെയ്യുന്ന രംഗത്താണെങ്കിൽ അതിൽ നിങ്ങൾക്ക് മികച്ച ലാഭം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്യോഗസ്ഥരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം, തന്മൂലം നിങ്ങൾക്ക് കൂടുതൽ വേതനം ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ്. പിന്നെ ബിസിനസ് ചെയ്യുന്നവർ, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ലാഭം ഉണ്ടാക്കാൻ കഴിയും. അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാൻ സാധ്യത അനുകൂലമായ ഒരു സമയമാണ്. അതുപോലെ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ സ്വപ്നം ഈ വർഷം സഫലമാക്കാൻ കഴിയുന്നതാണ്. അവിടെ ചെന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലുള്ള അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. വിദേശത്ത് നിൽക്കുന്നവർ
പഠിക്കുന്നവരായാലും ശരി തന്നെ, ജോലി ചെയ്യുന്നവരായാലും ശരി തന്നെ, അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന, ചിരകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് വിദേശത്തായിരുന്നാൽ പോലും നേടിയെടുക്കാൻ കഴിയും. ധനപരമായി ലാഭം ലഭിക്കും. പഴയ കടങ്ങൾ നിങ്ങൾക്ക് വീട്ടി തീർക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ഈ വിഷുവർഷത്തിൽ ലഭിക്കും. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കും എന്ന് തന്നെ പറയാം. ചിട്ടികൾ ലഭിക്കുവാൻ അല്ലെങ്കിൽ ലോട്ടറി ലഭിക്കുവാനൊക്കെ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പണം മുഴുവനും നിങ്ങൾ ലോട്ടറിയിൽ അല്ലെങ്കിൽ ചൂതാട്ടത്തിലൊന്നും കൊണ്ടുചെന്ന് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് നിങ്ങൾ ഒരു ലോട്ടറി എടുത്താലും അനുകൂല സമയമാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ധനം മുഴുവൻ ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രവചനം കേട്ടുകൊണ്ട് നിങ്ങളുടെ ലഭിക്കുന്ന പണം മുഴുവൻ അതിലേക്ക് കൊണ്ടുപോകാനോ ചൂതാട്ടങ്ങളിലോ വാതുവെപ്പുകളിലോ ഒന്നും പോയി ചാടരുത്. ലോട്ടറി എന്നിവിടെ പറഞ്ഞത് ലോട്ടറി എടുത്താൽ നിങ്ങൾക്ക് 100% അടിക്കും എന്നുള്ളതല്ല. ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കൂടുതൽ ശ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി, തീർച്ചയായും ലഭിക്കും. കുടുംബ സ്വത്ത്, തർക്കങ്ങളിലോ മറ്റോ കിടന്ന കുടുംബ സ്വത്ത് അല്ലെങ്കിൽ കുടുംബപരമായ ധനം നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് മാത്രമല്ല, അപ്രതീക്ഷിതമായി പണം കൈവരാൻ സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ തൊഴിൽ രംഗത്തോ അല്ലെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായി പരിചയപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നോ ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ ഒരു ബിസിനസ് സംരംഭത്തിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. മനുഷ്യൻ്റെ ജീവിതം വഴിമാറുന്നതിന് ഒരു നിമിഷം മതി. നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിലേക്ക് വരുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടി, ആ ഇൻഫർമേഷനിൽ നിന്നും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാൻ ചിലപ്പോൾ വലിയ സമൂലമായ ഒരു മാറ്റം ലഭിക്കാൻ ഒരു നിമിഷം തന്നെ മതിയാകും. അങ്ങനെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ പണം കൈവരുവാനും സാധ്യതയുള്ള ഒരു വർഷമാണ്. കുടുംബവും പ്രണയവും അതെങ്ങനെയാണെന്ന് നോക്കാം. വിവാഹം നീണ്ടു പോയിരുന്നവർക്ക്, ഈ അശ്വതി നക്ഷത്രക്കാർക്ക് മംഗല്യഭാഗ്യം കാണുന്ന ഒരു വിഷുവർഷമാണിത്. നിങ്ങൾക്ക് പല കാരണങ്ങളും കൊണ്ട് മുടങ്ങിപ്പോയിരുന്ന കല്യാണങ്ങൾ ഇപ്രാവശ്യം നിങ്ങളൊന്ന് ഊർജ്ജസ്വലതയോടുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സാധിക്കും. വിവാഹ കാര്യങ്ങൾ നടക്കുവാൻ വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തുവാനും സാധ്യതയുണ്ട്. ഇപ്പം ദീർഘകാലമായി പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ പിരിയാൻ കഴിയില്ല, തീർച്ചയായും നമുക്ക് വിവാഹം കഴിക്കണം എന്ന് അത്രയ്ക്ക് ആഗ്രഹമുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അവർ ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന പ്രതിസന്ധികൾ, അത് വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്നത് പണമായിരിക്കാം, ജോലിയായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, ബന്ധുക്കളുടെ മാതാപിതാക്കളുടെ എതിർപ്പുകളായിരിക്കാം. ഇതെല്ലാം നിങ്ങളുടെ പ്രണയബന്ധത്തിന് അനുകൂലമായി വിവാഹത്തിലേക്ക് എത്തുന്നതിന് വളരെ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ വിഷുവർഷം. സന്താന ഭാഗ്യം ഇതുവരെ ലഭിക്കാതിരുന്ന ദമ്പതികൾക്ക് അത് ലഭിക്കുവാനും അനുകൂലമായ സമയമാണ്. സന്താന ഭാഗ്യം ലഭിക്കുവാൻ ഇതുവരെ തടസ്സമായിരുന്ന കാര്യങ്ങളൊക്കെ ഒഴിവായി നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യം, ഒരു സമയം സംജാതമാകുന്ന ഒരു സമയം കൂടിയാണ് ഈ വിഷുവർഷം. ഇനി ഗ്രഹനിർമ്മാണം, നമുക്ക് സ്വന്തമായി ഒരു വീട് ലഭിക്കുമോ, വയ്ക്കാൻ സാധിക്കുമോ എന്നൊക്കെ നോക്കാം. അതിനും അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കും. അതിനുള്ള വഴി തെളിയും. ഒരുപാട് കാലമായി വാടക വീടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കരുണയാൽ താമസിച്ചു കൊണ്ടിരുന്നവർക്ക് സ്വന്തമായി നമുക്കൊരു വീട് വേണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവർക്ക് അതിന് തീർച്ചയായും സാധിക്കുന്ന ഒരു സമയമാണ്. അതിന് ഒരുപാട് പണം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പഞ്ചായത്തിലോ മറ്റു കോർപ്പറേഷനിലോ ഒക്കെ ഒരു അപേക്ഷ കൊടുത്താൽ പോലും, അല്ലെങ്കിൽ അപേക്ഷ കൊടുത്തിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ പോലും അതിന് അനുകൂലമായൊരു മറുപടി, ഒരു തീരുമാനം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതല്ലാതെ തന്നെ നമുക്കൊരു വീട് വെക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഭൂമി വാങ്ങിയിട്ടിരുന്നവരായാലും ശരി, ഭൂമി ഇനി വാങ്ങി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായാലും
ഭൂമിയോട് കൂടി ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള വഴി തെളിയും. അനുഗ്രഹീതമായ ഒരു സമയമാണ്. നിങ്ങളതിനു വേണ്ടി ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു നോക്കുക. മുൻകാലങ്ങളിൽ നിങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ ലഭിക്കും. നിങ്ങൾക്കൊരു ചിട്ടിയിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തേക്ക് ശ്രമിച്ചിട്ടും കിട്ടാതിരുന്ന ലോണുകൾ, ഒരു വീട് വാങ്ങാനായിട്ട് ശ്രമിച്ചിട്ടും കിട്ടാതിരുന്ന ലോണുകൾ, മുടങ്ങിക്കിടന്നവർ, അതെല്ലാം ഇനി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഈ സമയത്ത് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് അനുകൂലമായ ഗൃഹനിർമ്മാണത്തിന് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കാൻ അനുകൂലമായ ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ് സംജാതമാകുന്നത് ഈ വിഷുവർഷത്തിൽ. അപ്പോഴും നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഇത് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കർഷകനാണ്, അല്ലെങ്കിൽ കൃഷി ഇറക്കാൻ ആഗ്രഹിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ചെടിയെങ്കിലും വച്ച് അതിൽ നിന്നൊരു പൂവോ കായോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു അനുകൂലമായ സമയമുണ്ട്. കൊടും വേനലിൽ കൊണ്ടുവന്ന് നമ്മൾ കൃഷി ചെയ്തിട്ട് കാര്യമില്ല. അതിനാവശ്യമായ വെള്ളവും വളവും മാത്രം പോരാ, അനുകൂലമായൊരു കാലാവസ്ഥ കൂടി സംജാതമാകണം. അത് പ്രകൃതിയിൽ നിക്ഷിപ്തമാണ്. പ്രകൃതി കൂടി അതിനൊപ്പം നിന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും, ആ കൃഷി നമ്മൾ ചെയ്യുന്ന പ്രയത്നത്തിൽ നിന്ന് നമുക്ക് നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നല്ല കർഷകൻ എന്ത് ചെയ്യും? അവന് വിളവ് വേണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് സമ്പത്ത് വേണമെന്ന ആഗ്രഹമുള്ളവൻ എന്ത് ചെയ്യും? പ്രകൃതി അനുകൂലമായ സമയത്താണ് വിത്തിറക്കുന്നത്, കൃഷി ഇറക്കുന്നത്. അതുപോലെ നമുക്ക് ഈ സന്താന ഭാഗ്യം, ഗൃഹനിർമ്മാണം, വിവാഹം, അല്ലെങ്കിൽ തൊഴിൽ, ബിസിനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ വിഷു വർഷത്തിൽ വരുന്നത്. കാരണം വ്യാഴം കൂടി നിങ്ങൾക്ക് ജൂൺ മാസം തൊട്ട് അനുകൂലമായി നിൽക്കുകയാണ്. ആ സമയത്ത് വീണ്ടും പറയുകയാണ്, ഏഴര ശനി നടക്കുന്ന സമയമായതുകൊണ്ട് ഇതൊക്കെ നടക്കുമോ എന്ന് ചിലർ സംശയിക്കും. പക്ഷേ നടക്കും. നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ഭജിക്കുക, തടസ്സങ്ങൾ മാറും. ഏഴര ശനിയാണ് എന്ന് വെച്ച് നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട. നിങ്ങൾ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഹനുമാൻ സ്വാമിയെ ഭജിക്കുക, ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ പോവുക. അവിടെ ആവശ്യമായ അർച്ചനകളോ പ്രാർത്ഥനകളോ ഒക്കെ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ മാത്രം ചെയ്താൽ മതി. ഏഴര ശനിയാണ് എന്നുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ നിങ്ങളുടെ സൽഫലങ്ങളൊന്നും തന്നെ നടക്കാതെ പോവുകയില്ല. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് 85% വളരെ അനുകൂലമാണ്. ഏഴര ശനിയുടെ ദോഷം കൊണ്ട് നിങ്ങൾക്കൊരു 15% മാത്രമേ നിങ്ങൾക്കിതിൽ പ്രശ്നങ്ങളുള്ളൂ. അത് പക്ഷേ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. പിന്നെ ഏഴര ശനി എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? അനാവശ്യമായ ഒരു തർക്കത്തിലും നിങ്ങൾ ചെന്ന് ചാടരുത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ചെന്ന് ചാടി പ്രശ്നങ്ങളിൽ പെടരുത്. വഴിയെ പോകുന്ന വയ്യാവേലികൾ എടുത്ത് നിങ്ങൾ തലയിൽ വയ്ക്കരുത്. നിയമപ്രശ്നങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും വിട്ടു നിൽക്കുക. അങ്ങനെ നിങ്ങൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുകയോ പ്രവർത്തിക്കുകയോ ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളൊന്നും നേടുന്നതിന് വേണ്ടി അധ്വാനിക്കാൻ കഴിയാതെ വരും. അതിന് നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റില്ല. എന്തായിരിക്കും സംഭവിക്കുന്നത്? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എടുത്ത് തലയിൽ വെച്ചിട്ട് അതിൻ്റെ പിറകെ പോകും. പോലീസ് സ്റ്റേഷൻ, കോടതി, കേസ് കെട്ടുകൾ, ഒത്തുതീർപ്പുകൾ, പ്രതികാരവാഞ്ച, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടൽ, ഇങ്ങനെയുള്ള തർക്കങ്ങളും പ്രശ്നമായി നിങ്ങളുടെ മനസ്സ് മൊത്തം കലുഷിതമായി നിങ്ങൾ മൊത്തം പ്രശ്നത്തിലേക്ക് പോകും. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല? നിങ്ങളുടെ ആരോഗ്യം നോക്കാൻ കഴിയില്ല, നിങ്ങളുടെ കുടുംബം നോക്കാൻ കഴിയില്ല, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല, നിങ്ങളുടെ തൊഴിലോ വരുമാന മാർഗങ്ങളോ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. അതാണ് ഏഴര ശനി നടക്കുന്ന സമയമായതിനാൽ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും നിയമ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ടൊരു ത്വര നിങ്ങൾക്കുണ്ടാകുമ്പോൾ പോവുക, ഹനുമാൻ സ്വാമിയെ പോയി കാണുക, പ്രാർത്ഥിക്കുക, അർച്ചനകളോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഒന്നും ചെയ്യാനായിട്ട് ഒരു നിവർത്തിയില്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി വെറുതെ ഇരിക്കുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഇനി ക്ഷേത്രത്തിലും പോകാൻ കഴിയില്ലെങ്കിൽ ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ പ്രവർത്തന കർമ്മ മേഖലയിലേക്ക് ആത്മവിശ്വാസത്തോടു കൂടി അങ്ങ് ഇറങ്ങുക, ജോലി ചെയ്യുക, നേടുക. അപ്പോൾ ഭാഗ്യാനുഭവം 85% വളരെ അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് മികച്ച പുരോഗതി നിങ്ങൾക്ക് ലഭിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും നേട്ടമുണ്ടാകും. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കടബാധ്യതകൾ തീരും, സാമ്പത്തിക നേട്ടമുണ്ടാവും.
ഐശ്വര്യം ലഭിക്കും. ശനിയാഴ്ചകൾ നിങ്ങൾ ശാസ്താവിനെ ദർശിക്കുന്നത് നല്ലൊരു പരിഹാരമാണ്. അത് ഈ ശനി ആയതുകൊണ്ട് തന്നെ പറയുന്നതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ദർശിക്കുക, പ്രാർത്ഥിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളും കൂടി പറയാം. പൊതുവെ ആരോഗ്യനില തൃപ്തികരം തന്നെ ആയിരിക്കും. എങ്കിലും ഉദര സംബന്ധമായ അസുഖങ്ങളും അമിതമായ മാനസിക സമ്മർദ്ദവുമൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. കൃത്യമായി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നത് തന്നെ നല്ലൊരു കാര്യമാണ്. നമുക്ക് കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുകയും അത് കൃത്യത പാലിക്കുകയും ചെയ്യുക. അനാവശ്യമായ മാനസിക ടെൻഷൻ സ്വയം വളർത്തിയെടുക്കാതിരിക്കുക. ഈശ്വര പ്രാർത്ഥനയും നല്ല ചിന്തകളും ഒക്കെ ആയിട്ട് നമുക്ക് കുറേ പണം ഉണ്ടാക്കണം. എന്തിനാണ് പണം ഉണ്ടാക്കുന്നത്? നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ വേണ്ടിയാണ് പണം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ടാറ്റയും അല്ലെങ്കിൽ ബിർളയും അംബാനിയും അദാനിയും ഒന്നും ആവാൻ വേണ്ടിയല്ല. നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ, നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ കുടുംബത്തിനെ കരകയറ്റാൻ, സ്വന്തമായിട്ടൊരു വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കുക. നല്ല മനസ്സോടുകൂടി നിൽക്കുക. നല്ല മനസ്സിൽ നല്ല ചിന്തകളുമായിട്ട് പോവുക. സഹജീവികളെ സഹായിക്കാൻ കഴിയുന്നവരെ പറ്റുന്ന വിധത്തിൽ സഹായിക്കുക. നേരത്തെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പറയുന്നു, അനാഥ മൃഗങ്ങളെ, പക്ഷിമൃഗാതിഥികളെ വെള്ളമോ ആഹാരമൊക്കെ കൊടുക്കുക. വിശപ്പാണ് ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ സത്യം എന്ന തിരിച്ചറിവ് വേണം. നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയാണ്. വിശക്കുന്ന ജീവികളെ കണ്ടില്ലെന്ന് നടിക്കരുത്. എന്തെങ്കിലും കഴിയുന്നതൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മാസങ്ങളെന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ സാമ്പത്തികപരമായ ഇടപാടുകളിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞാൽ അനാവശ്യമായി പണം കടം വാങ്ങാൻ ശ്രമിക്കരുത്. അതായത് നമുക്കൊരു ബിസിനസ് ചെയ്യണം, അതിന് ഒരു ഷോർട്ടേജ് ഉണ്ട്, അതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു സാമ്പത്തികം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. കയ്യിലില്ലെങ്കിലും നമ്മൾ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ചെയ്യാം. പക്ഷേ നമ്മളൊരു ടൂറ് പോകുന്നു, അല്ലെങ്കിൽ ഒരു ആഡംബര വാഹനം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള ഒരു വീട് ഇടിച്ച് നിരത്തി ഒരു 2 നില വലിയ കൊട്ടാരം പണിയുന്നു, ഇങ്ങനെയൊന്നുള്ള അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. കടം വാങ്ങി മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിക്കരുത്. സ്വന്തം കയ്യിലുണ്ടെങ്കിൽ ഈ കാലയളവിൽ നമുക്കൊരാളിനെ സഹായിക്കാം. ഒരാളിന് ഒരു 50,000 രൂപ നമ്മുടെ ഒരു ബന്ധുവിനോ സുഹൃത്തിനോ ആവശ്യമാണ്, നമ്മോട് ചോദിച്ചു. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു കൊടുക്കുക. കാര്യം ആപത്തിൽ പെടുന്നവനെ സഹായിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ കയ്യിലില്ലാത്തത് നമ്മൾ മറ്റൊരാളിൽ നിന്നും വാങ്ങി ഇദ്ദേഹത്തിനെ സഹായിച്ചാൽ ഇദ്ദേഹം ഒരു പക്ഷേ പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ വാങ്ങിയവൻ നമ്മുടെ കഴുത്തിന് പിടിക്കും. അതിന് ഒരിക്കലും ഇടയാവരുത്. അപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ 7 ശനി നടക്കുന്ന സമയമായതിനാൽ അനാവശ്യ തർക്കങ്ങൾ, നിയമപ്രശ്നങ്ങൾ, കോടതി കേസുകെട്ടുകൾ, അടിപിടി, കത്തിക്കുത്തിലൊക്കെ പോകും. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ആർക്കും സാമ്പത്തിക കാര്യങ്ങളിലോ മറ്റോ ഈ കാലയളവിൽ ജാമ്യം നിൽക്കാതിരിക്കുക. നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക. നമ്മുടെ കയ്യിലുള്ളതെടുത്ത് സഹായിക്കാം. ഇനി നമുക്ക് ഈ വിഷു വർഷത്തിൽ ഗ്രഹനിർമ്മാണത്തിനും അല്ലെങ്കിൽ വിവാഹത്തിനുമൊക്കെ അനുയോജ്യമായ ഒരു കാലം എങ്ങനെയൊക്കെയാണ്, അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവായതിനാലും രാശിനാഥൻ ചൊവ്വയായിരുന്നാലും ജൂൺ മാസത്തിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരും. അതാണ് നേരത്തെ പറഞ്ഞത്. വ്യാഴത്തിൻ്റെ ഒരു മാറ്റം കൂടി സംഭവിച്ചിരുമ്പോൾ വ്യാഴം കൂടി നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സമയത്ത് ഈ വിഷു വർഷത്തിൽ നിങ്ങൾക്ക് 7 ശനിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതാണ് 85% നേട്ടം അശ്വതി നക്ഷത്രക്കാർക്കുണ്ട് എന്ന് നേരത്തെ പറഞ്ഞത്. ഗ്രഹനിർമ്മാണവും വസ്തു വാങ്ങലിനും അശ്വതി നക്ഷത്രക്കാർക്ക് 2026 സ്വന്തമായി വീട് എന്ന സ്വപ്നം തീർച്ചയായും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. നിങ്ങൾ പ്രയത്നിച്ചാൽ മാത്രം മതി, മടിച്ചിരിക്കരുത്. അനുകൂല മാസങ്ങൾ എന്ന് പറയുന്നത് മെയ്, ജൂൺ, ഓഗസ്റ്റ്, നവംബർ മാസങ്ങളാണ്. തറക്കല്ലിടാൻ ജൂൺ മാസത്തിന് ശേഷം വ്യാഴം കർക്കിടക രാശിയിലെത്തുന്ന സമയത്ത് തറക്കല്ലിടുന്നത് വീട് പണിക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സഹായമായിരിക്കും. ഭൂമി വാങ്ങുന്നതിന് അനുകൂലമായൊരു സമയമെന്ന് പറയുന്നത്, സ്വന്തമായിട്ട് നമുക്കൊരു ഭൂമി ഇല്ല എന്നുണ്ടെങ്കിൽ
ഏപ്രിൽ 19 വരുന്ന അക്ഷയ തൃതീയ ദിവസം ഭൂമി പൂജയ്ക്കോ അഡ്വാൻസ് നൽകുന്നതിനോ ഒക്കെ ഉത്തമമാണ്. നമുക്ക് അന്ന് എഴുതിയെടുക്കാൻ കഴിയില്ലെങ്കിലും ആ ദിവസം അഡ്വാൻസ് നൽകുന്നത് നല്ലതായിരിക്കും എന്ന് കരുതി ഏപ്രിൽ 19 നമുക്കൊരു നല്ല ഭൂമി കണ്ടെത്താൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കാനുള്ള പണം വരാതെ വരികയോ ചെയ്തതുകൊണ്ട് ഇനി ഈ വർഷം അത് സാധ്യമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് പറയുന്നത് നല്ല സമയമാണ്, അപ്പോൾ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നല്ല സമയമാണ്, അങ്ങനെ തന്നെ ചിന്തിക്കുക. ചില പ്രശ്നങ്ങൾ വരും, അത് ഈ പ്രപഞ്ചത്തിൻ്റെ നമ്മുടെ ഈ യൂണിവേഴ്സൽ പവറിൻ്റെ ഒരു പരീക്ഷണമാണ്. അത് നമ്മളിങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. നമ്മൾ അതിനെന്ത് ചെയ്യണം? അതിജീവിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ആ പരീക്ഷണങ്ങളെ പാഠം പഠിച്ച് അതിനെ ബുദ്ധിപൂർവ്വം അതിജീവിച്ചു കൊണ്ടിരിക്കുക. ഗ്രഹപ്രവേശത്തിന് പറ്റിയത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ. ഇത് പൊതുവായിട്ടുള്ളൊരു അനാലിസിസാണ്. ഓരോ വ്യക്തിയുടെയും ജാതക പ്രകാരം ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വെച്ചിട്ട് നിങ്ങൾ കൃത്യമായി സൂക്ഷ്മമായി പരിശോധിച്ച് നിങ്ങൾക്ക് പറ്റുന്ന അനുകൂലമായ മുഹൂർത്തങ്ങൾ തീർച്ചയായും കണ്ടെത്താൻ ശ്രമിക്കുക തന്നെ ചെയ്യുക. അശ്വതി നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് അനുകൂലമായ ഒരു സമയമാണ് ഈ വിഷുവർഷം. മംഗല്യയോഗം, വളരെ ശക്തമായ മംഗല്യയോഗത്തിൻ്റെ ഒരു സാന്നിധ്യം, അനുകൂലാവസ്ഥ ഉണ്ട്. ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയം വളരെ വിശേഷപ്പെട്ടതാണ്. നല്ല ദീർഘമായൊരു കാലഘട്ടം ലഭിക്കും. ശ്രമിച്ചാൽ മതി, തീർച്ചയായിട്ടും നടക്കും. നേരത്തെ നടന്നില്ല, അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് അനുകൂലമായ പയ്യനെ കിട്ടിയില്ല, അല്ലെങ്കിൽ പെൺകുട്ടിയെ കിട്ടിയില്ല, ഇനി എനിക്ക് പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഭയങ്കരമായ ഡിമാൻഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങളൊരു വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോവുക. പ്രണയവിവാഹങ്ങൾക്ക് ഒരുപാട് സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് പെൺകുട്ടികളായാലും പുരുഷന്മാരായാലും ഒരു കാര്യം ചെയ്യുക. എന്താണത്? പരമാവധി ജനം ഉള്ള സ്ഥലങ്ങളിൽ പോവുക. എന്ന് വെച്ചാൽ നമ്മളൊരു കല്യാണത്തിന് ആരെങ്കിലും വിളിച്ചു, നമ്മൾ ആ കല്യാണ സ്ഥലത്ത് പോവുക. നമുക്കവിടെ ഒരുപാട് പേരെ കാണാൻ പറ്റും. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പല സ്വഭാവത്തിലുള്ള പല വ്യത്യസ്ത പ്രായത്തിലുള്ള ഒരുപാട് വ്യക്തികളെ കാണാൻ കഴിയും. നമ്മളവിടെ ചെന്ന് ഒരു കോണിൽ മിണ്ടാതിരുന്ന് അവിടുത്തെ ഫുഡും കഴിച്ചിട്ട് അടുത്ത വണ്ടി കയറി വീട്ടിൽ പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മളിങ്ങനെയുള്ള ആളുകൾ സംസർഗം നടത്തുന്ന സ്ഥലങ്ങളിൽ, ഒരു മരണ വീട്ടിലായാലും വിവാഹ വീട്ടിലായാലും പാലുകാച്ചായാലും ഒരു ഉത്സവ സ്ഥലത്തായാലും ജനങ്ങൾ വരുന്ന സ്ഥലങ്ങളിലെല്ലാം പോവുകയും പരമാവധി പേരെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്യുക. വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളെ കാണാൻ കഴിയും, കേട്ടിട്ടില്ലാത്ത ആൾക്കാരെ കേൾക്കാൻ കഴിയും. അപ്പോൾ ആരെങ്കിലും വഴി എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും അതുവഴി ഒരു വിവാഹത്തിലേക്ക് കലാശിക്കുവാനുമൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് തന്നെ ജീവിച്ചാൽ അത് കഴിയില്ല. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കുക എന്നതാണ് പറയുന്നത്. അത് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഇൻസ്റ്റയിലൂടെയൊക്കെ ചാറ്റ് ചെയ്ത് ആരെങ്കിലുമായിട്ട് ഫേക്ക് ഐഡിയയിലൊക്കെ ചെന്ന് നിങ്ങളുടെ അഭിമാനവും പണവും ഒക്കെ പോയി ഈ പറഞ്ഞ കണക്ക് 7 ശനി സമയമായതുകൊണ്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറാനൊന്നും ഇടയാവരുത്. നേരിട്ടുള്ള ബന്ധങ്ങൾ, അതിനാണ് പറയുന്നത് ആൾക്കാർ കൂടുന്ന സ്ഥലത്ത്, ജനനിബിഡമായ സ്ഥലങ്ങളിൽ, വിവാഹം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്കൊരു പെൺകുട്ടിയെ തന്നെ കണ്ടു. ഇപ്പോൾ ഒരു പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടു, വിവാഹ സ്ഥലത്ത് വെച്ച് കണ്ടു. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം അത് ആരുടെ മകളാണ് അല്ലെങ്കിൽ എവിടെയുള്ളതാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുക. അങ്ങനെ പരിചയപ്പെട്ട് നമുക്ക് വിവാഹാലോചന നടത്താം. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വിവാഹം കഴിപ്പിച്ച് വിടും. അത് പെൺകുട്ടിയാണെങ്കിൽ തിരിച്ചും. അല്ലെങ്കിൽ ഇത് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തന്നെ ചെയ്യണമെന്നില്ല, അവരുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അനുകൂല സമയം എന്ന് പറയുന്നത് ദീർഘമായ ഒരു സമയമുണ്ട്. ജൂൺ മുതൽ ഡിസംബർ വരെ വിശേഷപ്പെട്ട സമയമാണ്. പിന്നെ മുഹൂർത്തം എന്ന് പറയുന്നത് ചിങ്ങം, വൃശ്ചികം മാസങ്ങളിൽ, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെല്ലാം അശ്വതി നക്ഷത്രത്തിന് ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളും ജാതകവും ഒക്കെ വെച്ച് നോക്കുക. വിവാഹാലോചനകൾ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ജൂൺ പകുതിയോടുകൂടി തീർച്ചയായിട്ടും മാറും. ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് വിവാഹാലോചനകൾ വരുവാൻ സാധ്യതയും ഉണ്ട്. ഇനി വാഹനത്തിൻ്റെ കാര്യം നോക്കാം. വാഹനം ആഗ്രഹിക്കുന്നവർക്ക്, സ്വന്തമായിട്ട് ഒരു വാഹനം ആഗ്രഹിക്കുന്നവർക്ക് ഒക്ടോബർ, അതായത് നവരാത്രി കാലഘട്ടമൊക്കെയാണ്, അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ വളരെ മികച്ചതാണ്. നിങ്ങൾക്ക് ഒരു വാഹനം വാങ്ങിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പോഴും സഫലമാവും. നിങ്ങളിപ്പോഴേ ശ്രമിച്ചു തുടങ്ങുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വാഹനം,
അത് വാഹനം എന്ന് പറയുന്നത് അത് ആഡംബര വാഹനമാണ് എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചാൽ മതി. തീർച്ചയായും അനുകൂലമായ ഒരു സാഹചര്യമായതിനാൽ നിങ്ങൾക്കത് സ്വായത്തമാക്കുവാൻ തീർച്ചയായിട്ടും അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി ചില നിർദ്ദേശങ്ങൾ കൂടി പറയാം. 7 ശനിയാണ്, 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് കരാറുകൾ ഒപ്പിടുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം. ജാമ്യം നിൽക്കാനോ ബ്ലാങ്ക് ചെക്കൊന്നും കൊടുത്ത് വയ്യാവലികൾ വലിച്ചു വയ്ക്കാതിരിക്കുക. ശുഭദിനങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വയും വ്യാഴവും ആണ് നിങ്ങൾക്ക്, അതായത് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ ചെയ്യുക. യാത്രകൾ, നമ്മുടെ തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനുള്ള യാത്രകൾ, കൂടിക്കാഴ്ചകൾ, കരാറുകൾ തുടങ്ങിയതെല്ലാം നിങ്ങൾക്ക് ഈ ചൊവ്വ വ്യാഴം ദിവസങ്ങൾ വളരെ അനുകൂലമാണ്. ആ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. അനുകൂലമായ നിറങ്ങൾ ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളാണ്. നിങ്ങൾ ഈ അനുകൂല ദിവസങ്ങളിൽ, അനുകൂല സമയങ്ങളിൽ ഈ അനുകൂലമായ ചുവപ്പ്, മഞ്ഞ മുതലായ നിറങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ചുവപ്പ്, മഞ്ഞ നിറങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം കൂടി ആണിത്. പരിഹാരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ഭജിക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ശനീശ്വരനെ, ശാസ്താവിനെ ഭജിക്കുക, പ്രാർത്ഥനകൾ ചെയ്യുക, കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ചെയ്യുക. ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും മതിയാകും. പിന്നെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഗണപതി ഹോമമോ അല്ലെങ്കിൽ കേതു പ്രീതിക്കായിട്ട് വൈഡൂര്യം ധരിക്കുകയോ, അത് വിദഗ്ധമായ ഒരു ഉപദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഈ വൈഡൂര്യം ധരിക്കാവൂ. അതായത് ഈ ജന്മരത്ന കല്ലുകൾ, അതായത് കല്ലുകൾ എന്ന് പറയുന്ന സാധനം ധരിക്കുമ്പോൾ നിങ്ങൾ അത് ആ മേഖലയിലുള്ള വിദഗ്ധരുടെ ഉപദേശം നേടിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ തെറ്റായ ഒരു കല്ല് ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ദോഷം, നിങ്ങൾക്ക് നിലവിലുള്ള ഭാഗ്യങ്ങളും കൂടി ഇല്ലാതാകാൻ വളരെ സാധ്യത കൂടുതലാണ്. വൈഡൂര്യം ധരിക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കേതു പ്രീതിക്കായിട്ട് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുക, അത്രയും മതി. നവഗ്രഹ പൂജയൊക്കെ നടക്കുന്ന നവഗ്രഹ ബിംബങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയി കേതു പ്രീതിക്കായിട്ട് എന്തെങ്കിലും അർച്ചനയും വഴിപാടുകളൊക്കെ ചെയ്യുക. നിങ്ങളുടെ കൃത്യമായ ജനനസമയം അനുസരിച്ചുള്ള ദശാപഹാരങ്ങൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ശരിയായ, ഇവിടെ പറഞ്ഞ ശരിയായ ഫലം ലഭിക്കുകയുള്ളൂ. എന്ന് പറയുന്നത് ഒരു ജാമ്യമെടുക്കലല്ല. കാരണം പല വീഡിയോകളിലും പലരും പറയും, കുറേ കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ട് പറയും, ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ നോക്കി പരിശോധിക്കാൻ, നിങ്ങളുടെ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കും എന്ന് പറയും. അതുപോലെ ഇവിടെ ഒരു ജാമ്യം എടുക്കുകയല്ല ചെയ്യുന്നത്. അത് കൃത്യമായി പറയുകയാണെങ്കിൽ 10 വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ജന്മം കൊണ്ടും ജീവിത സാഹചര്യം കൊണ്ടും 10 വ്യക്തികൾ തന്നെ ആയിരിക്കും. ഒരേ രോഗത്തിനുള്ള മരുന്നാണെങ്കിലും 10 വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെ ആരോഗ്യാവസ്ഥയ്ക്ക് അനുസരിച്ച് മരുന്നുകളുടെ ഫലം ലഭിക്കുന്നതും വ്യത്യസ്തമായിരിക്കും. തത്വത്തിൽ പരിഹാരമുണ്ടാകും എന്നത് സത്യം തന്നെയാണ് എന്നുണ്ടെങ്കിലും കൃത്യമായ ഫലം ലഭിക്കണമെങ്കിൽ ഓരോ വ്യക്തികളെയും കൃത്യമായി പരിശോധിക്കേണ്ടി വരും എന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ജനന സമയം അല്ലെങ്കിൽ ദശാപഹാരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അശ്വതി നക്ഷത്രക്കാരുടെ വിഷുവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ. എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും വളരെ നല്ല ഫലങ്ങളാണ്. 85% നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ മടി എല്ലാം ഉപേക്ഷിച്ച് നല്ല മനസ്സോടുകൂടി ഈശ്വര ചിന്തയോടുകൂടി നിങ്ങളുടെ കർമ്മരംഗത്തങ്ങ് ഇറങ്ങുക. നിങ്ങൾ നേടിയിരിക്കും. തീർച്ചയായും നല്ല അനുകൂല ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ.